الحمد لله رب العالمين الذي نزل الفرقان على عبده ليكون للعالمين نذيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പുണ്യമാക്കപ്പെട്ട റമദാന് ശേഷമുള്ള ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നാം എല്ലാവരും ഒരുമിച്ചിട്ടുള്ളത്. റമദാൻ കഴിഞ്ഞാൽ എന്ത് എന്നത് വലിയ ഒരു ചോദ്യമാണ്. മറ്റു മാസങ്ങൾക്ക് ശേഷമില്ലാത്ത വലിയ ചർച്ചയും സംസാരവുമാണ് റമദാൻ വിട പറഞ്ഞാൽ സമൂഹത്തിൽ ഉണ്ടാകാറുള്ളത്. എന്തുകൊണ്ടാണ് ആ നിലക്കുള്ള കാര്യങ്ങൾ റമദാനുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കിടയിലും ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റി വളരെ ഗൗരവത്തിൽ ഓരോ വിശ്വാസിയും ആലോചിക്കേണ്ടതുണ്ട്. പുണ്യമാക്കപ്പെട്ട റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ നിലനിർത്തിയതായ കാര്യങ്ങൾ ആത്മാർത്ഥമായിരുന്നോ സത്യസന്ധമായിരുന്നോ എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് റമദാനിന് ശേഷമുള്ള ഓരോ മണിക്കൂറുകളും ദിവസങ്ങളും തുടർച്ചയായി വരുന്ന ഓരോ മാസങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ നിലക്ക് ഓരോ വിശ്വാസിയെയും പഠിപ്പിച്ചതായ ഇബാദത്ത്, ആരാധനകൾ ഒരു മാസത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നവരാണോ? അതല്ല, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വരും മാസങ്ങളിലെല്ലാം ആ കാര്യങ്ങളെ കണിശമാക്കുന്നവരും ശ്രദ്ധിക്കുന്നവരുമാണോ എന്ന
വലിയ ഒരു വിലയിരുത്തൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമ്മിൽ ഉണ്ടാകണം. നാം ഓരോരുത്തരും തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ശരീരത്തിന്റെ സുഗമമായ നിലനിൽപ്പിന്, അതിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണവും വെള്ളവും അനിവാര്യമാണ് എന്നത്. ഏതെങ്കിലും വിശേഷമാക്കപ്പെട്ട ദിവസങ്ങളിൽ മാത്രം ഭക്ഷിക്കുക, വെള്ളം കുടിക്കുക എന്നത് ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സമയബന്ധിതമായും അല്ലാതെയും എല്ലാ ദിവസങ്ങളിലും ഭക്ഷണം ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്. ആരോഗ്യത്തിന്റെ നിലനിൽപ്പ് അതിലൂടെയാണ് സാധ്യമായി കിട്ടുക. അതിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം. മനസ്സിന്റെ വൃത്തിയും അതിന്റെ സംസ്കരണവും അതിന്റെ ഉന്മേഷവും ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെയും ചലിപ്പിക്കുന്നതാണ്, ജീവസുറ്റാക്കുന്നതാണ്. ആ യാഥാർത്ഥ്യം ഒരിക്കലും നാം മറന്നു കളയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് ജീവൻ നൽകുന്ന ആരാധനകളിലൂടെ, സത്യസന്ധമായ സംസാരങ്ങളിലൂടെ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കുക എന്നത് മനസ്സിന്റെ വിശുദ്ധിക്ക് ആവശ്യമായ, സംസ്കരണത്തിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കലും വെള്ളം കൊടുക്കലുമാണ്. ഈ കാര്യത്തെ മറന്നാൽ, ഇതിനോട് നമുക്ക് അശ്രദ്ധയും അലംഭാവവും ഉണ്ടായാൽ, സഹോദരങ്ങളെ, മനസ്സ് മരവിക്കുന്ന ശാശ്വതമായ ജീവിതം എന്നേക്കുമായി നഷ്ടപ്പെടുന്ന അപകടകരമായ അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ റമദാന് ശേഷം എന്ത്, എങ്ങനെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളെക്കാൾ ഓരോ ദിവസങ്ങളിലും നിർബന്ധമായും അനുബന്ധമായും ചെയ്യേണ്ട, സമയബന്ധിതമായും അല്ലാതെയും ചെയ്യേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കണിശമാക്കുക, അവയെ ഗൗരവത്തിൽ കാണുക എന്നതാണ് ഓരോ വിശ്വാസിയും പ്രാധാന്യത്തോടെ കാണേണ്ടതും പരിഗണിക്കേണ്ടതുമായ വിഷയം. റമദാനിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ ഓരോ കാര്യങ്ങളെയും മുന്നിൽ വെക്കുക. ആ കാര്യങ്ങൾ റമദാനിലേക്ക് മാത്രം പഠിപ്പിക്കപ്പെട്ടതായിരുന്നെങ്കിൽ ഇന്നലത്തോടുകൂടി നമുക്ക് വിരമിക്കാമായിരുന്നു. ഇന്ന് രാവിലെ മുതൽ പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു ചിന്തയിലേക്ക് മാറിപ്പോകാമായിരുന്നു. ഒരിക്കലും ആ രീതിയിലല്ല ആരാധനകളെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ഗൗരവത്തോടുകൂടി നാം കാണേണ്ട നിർബന്ധ നിസ്കാരത്തിന്റെ വിഷയമെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോ യുഖീമൂന സ്വലാത്ത്, നിസ്കാരത്തെ നിലനിർത്തുന്ന ആളുകൾ എന്നാണ്. റമദാനിൽ മാത്രം എന്ന നിലക്ക് പരിമിതപ്പെടുത്തിയിട്ടില്ല. ആയുസ് അവസാനിക്കുന്നത് വരെ നിസ്കരിക്കുന്നവർ, ഇളവുകളുണ്ടാകാം, അതേപോലെ തന്നെ ദുർബലതകൾ ഉണ്ടാകാം. ഏതവസ്ഥയിലായിരുന്നാലും
നിസ്കാരത്തിന്റെ കാര്യത്തെ ശ്രദ്ധിക്കേണ്ട രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകുന്നവർ, അഖ്മിസ്സലാത്ത, നിസ്കാരം നിർവഹിക്കണം, പകലിലും രാത്രിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച നിർബന്ധമായ നിസ്കാരങ്ങൾ, അതിനോട് ചേർന്ന് വരുന്ന നിസ്കാരങ്ങൾ അഥവാ സുന്നത്താക്കപ്പെട്ട നിസ്കാരങ്ങൾ, അതിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ട രാത്രി നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പുണ്യമുണ്ടെന്ന് മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ച കാര്യമാണ്. റമദാനിൽ ജമാഅത്തായി നിർവഹിക്കാൻ കണിശത കാണിച്ചിരുന്നു. റമദാൻ കഴിഞ്ഞാൽ ആ നിസ്കാരത്തെ സാധിക്കുന്ന രൂപത്തിൽ ജീവിതവുമായി ബന്ധപ്പെടുത്തുക എന്നത് റമദാനിൽ നിർവഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നു എന്നതിന്റെ തെളിവാണ്. ഇല്ലെങ്കിലോ ഇനി അടുത്ത റമദാൻ വരട്ടെ എന്ന ചിന്തയായിരുന്നു. നമുക്ക് എന്തുറപ്പാണ് പറയാൻ സാധിക്കുക? ലോകം അവസാനിക്കുന്നത് വരെ റമദാൻ എന്ന പ്രക്രിയ ഉണ്ടാവും. അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്നത് നമ്മുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല, നമ്മുടെ പരിധിയിൽപ്പെട്ട വിഷയമല്ല. യാതൊരു ഉറപ്പും ആ കാര്യത്തിൽ നമുക്കില്ല. അതുകൊണ്ട് അടുത്ത റമദാനിൽ ഉഷാറാകണം, ഒന്നുകൂടി കൂടുതലായി ചെയ്യണം എന്ന സമീപനം യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവമായി പ്രകടമാകേണ്ട വിഷയമല്ല. അപ്രകാരം തന്നെ ഇസ്ലാമിലെ ഓരോ കർമ്മങ്ങളും അല്ലാഹുവിന്റെ ദീനിൽ നമ്മെ ഉറപ്പിക്കാനുള്ള കർമ്മങ്ങളാണ്. എത്രത്തോളം അല്ലാഹുവിന്റെ ദീനിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുമോ അവിടേക്ക് നമ്മെ എത്തിക്കുന്ന കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ ദീനിൽ അടങ്ങിയിട്ടുള്ള മുഴുവൻ വിഷയങ്ങളും. ഖുർആൻ അതിനെ പരിചയപ്പെടുത്തിയത് ഇസ്തിഖാമത്ത് എന്ന നേരെ ചൊവ്വയെ നിലനിൽക്കുക, വളഞ്ഞ വഴികളിലൂടെ, ഇടുങ്ങിയ വഴികളിലൂടെ, തെറ്റായ വഴികളിലൂടെ പോകാതെ അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് അവൻ വിലക്കിയ കാര്യങ്ങളെ കഴിവതും വെടിഞ്ഞുകൊണ്ട് അല്ലാഹു നൽകിയ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇത് റമദാനിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പറഞ്ഞവർ, സുമ്മസ്തഖാമു, എന്നിട്ട് നേരായി നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ പേടിക്കേണ്ടതില്ല, അവർ സങ്കടപ്പെടേണ്ടതില്ല. ഈ അറിയിപ്പ് റമദാനിലേക്ക് മാത്രമുള്ളതല്ല. നമ്മുടെ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് വരുന്ന നിമിഷം വരെ ഇസ്തിഖാമത്തിൽ ഉണ്ടാകണം, അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കണം എന്ന കൽപ്പനയാണ് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുക. അവർക്കാണ് മലക്കുകൾ സന്തോഷ വാർത്ത കൊടുക്കുക. സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് സന്തോഷം നൽകപ്പെട്ടവർ അവരാണ്. കൊതിക്കുന്നതെല്ലാം സ്വർഗത്തിൽ കാത്തിരിക്കുന്നത് അവരെയാണ്. അതല്ലാതെ ആവശ്യമുള്ളപ്പോൾ എടുത്തു ധരിക്കുകയും ആവശ്യമില്ലെന്ന് തോന്നുമ്പോൾ അഴിച്ചു മാറ്റുകയും ചെയ്യുന്ന സമീപനം അല്ലാഹുവിന്റെ ദീനിനോടും അതിന്റെ നിയമങ്ങളോടും സ്വീകരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയല്ല. അതുപോലെ തന്നെ ഓരോ നന്മകളും ലക്ഷ്യമാക്കുന്നത് എന്താണ്? ഖുർആൻ അതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ ഉപയോഗിച്ച് നന്മകൾ ചെയ്യാനുള്ള സന്നദ്ധത, സഹോദരങ്ങളെ, ജീവിതത്തിൽ വന്നതായ തെറ്റുകളെ, പാപങ്ങളെ മായ്ച്ചു കളയാൻ, ഇല്ലാതെയാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരമാണ്. ആ ഒരു യാഥാർത്ഥ്യം, ആ ഒരു പ്രക്രിയ അത് റമദാനിൽ മാത്രം നടക്കുന്നതല്ല. പരമകാരുണികന്റെ അടിമകളെ കുറിച്ച്
അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചപ്പോൾ സയ്യിആത്തുകളെ, തെറ്റുകളെ നന്മകളാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരാ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. റമദാനിൽ മാത്രമല്ല, എല്ലാ മാസങ്ങളിലും തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന്, അഥവാ ദുർബലതയാൽ, പൈശാചികതയാൽ ഒരു തെറ്റ് വന്നുപോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വത്ബിഇസ് സയ്യിഅത ഹസന, ആ തെറ്റിനെ തുടർന്ന് ഒരു നന്മ ചെയ്തുകൊണ്ട് ആ തെറ്റിനെ മായ്ച്ചു കളയണം എന്ന ഉപദേശത്തെ മുഖവിലക്കെടുക്കുന്ന ആളുകളാണ് വിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നൽ ഹസനാത് യുദ്ഹിബുനസ് സയ്യിആത്ത്. ഹസനാത്തുകൾ, നന്മകൾ സയ്യിആത്തുകളെ കളയുമെന്നാണ്. നല്ല വാക്കുകൾ, നല്ല വിചാരങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഉണ്ടായ അപാകതകളെ, തെറ്റുകളെ ഇല്ലാതെയാക്കാനുള്ള വലിയ പരിഹാരമാണ്. അതുപോലെ തൗബയും ഇസ്തിഗ്ഫാറും കഴിഞ്ഞ ഒരു മാസം വളരെ കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതാണ്. സഹോദരങ്ങളെ, തൗബയുടെ വിഷയം ഒരു മാസത്തേക്ക് മാത്രമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിച്ചത് റമദാനിൽ മാത്രം കാത് കൂർപ്പിച്ച് കേൾക്കാനല്ല, കണ്ണ് തുറന്നു വെച്ച് കാണാനുള്ളതല്ല, മറിച്ച് എല്ലാ രാത്രികളിലും, എല്ലാ പകലുകളിലും, എല്ലാ നിമിഷങ്ങളിലും തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കേണ്ട കാര്യമാണ്. എല്ലാ നിമിഷങ്ങളിലും ഉണ്ടാകേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സ്വാലിഹ്. അല്ലാഹുവിലേക്ക് ഉയരുകയാണ് നല്ലതായ വാക്കുകൾ, നല്ലതായ പ്രവൃത്തികൾ, അത് റബ്ബിലേക്ക് ഉയരുമെന്നാണ്. നമുക്കാർക്കെങ്കിലും പറയാനും വിചാരിക്കാനും കഴിയുമോ റമദാനിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുക എന്നത്? ഒരിക്കലും അല്ല. നമ്മുടെ നാവിലൂടെ വരുന്ന ഓരോ തക്ബീറുകൾ, ഓരോ തസ്ബീഹുകൾ, ഓരോ തഹ്ലീലുകൾ, അതേപോലെ തന്നെ ഓരോ ദിക്റുകൾ ഏതാകട്ടെ, രാവിലെയും വൈകുന്നേരവും അനിവാര്യമായും ചൊല്ലാനുള്ള ദിക്റുകൾ, നിരുപാധികം ചൊല്ലാനുള്ള ദിക്റുകൾ, പ്രത്യേക എണ്ണമായി പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ, സഹോദരങ്ങളെ, ഇതൊന്നും റമദാനിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല, എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഉയർത്തുന്ന കാര്യങ്ങളാണ്. സൽക്കർമ്മങ്ങളും അങ്ങനെയാണ്. കൈകൾ കൊണ്ട്, കാലുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട്, ശരീരമാസകലം പങ്കെടുക്കുന്ന എല്ലാ നന്മകൾക്കുമുള്ള സവിശേഷമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ കലാം ഒരു മാസം മാത്രമല്ല, ഒരു മാസത്തിലെ ഏതെങ്കിലും ദിവസങ്ങൾ മാത്രമല്ല. ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ഓതിക്കൊണ്ടിരിക്കുന്നവർ എന്നാണ്. ഒരു മാസത്തെ കാര്യമല്ല, എല്ലാ ദിവസങ്ങളിലും വിശ്വാസികളാണോ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. സാധിക്കുന്ന പോലെ പഠന വിധേയമാക്കേണ്ടതാണ്. ഒരു ഹറഫിന് 10 കൂലി എന്നത് റമദാനിലേക്ക് മാത്രമല്ല, ഖുർആൻ പാരായണത്തിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട മഹത്വങ്ങൾ സഹോദരങ്ങളെ റമദാനിൽ മാത്രം ചുരുളേണ്ടതും ഒതുങ്ങേണ്ടതുമായ കാര്യങ്ങളല്ല. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും, ദിനേനയുള്ള യാത്രകളിലും നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെക്കേണ്ട വിഷയങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതിനാൽ റമദാനിൽ കിട്ടിയ ആത്മീയമായ ചൈതന്യം അത് കളഞ്ഞു കുടിക്കാതെ, മനസ്സിനു വേണ്ടി നാം നേടാനും അതേപോലെ തന്നെ സ്വന്തമാക്കാനും ആഗ്രഹിച്ച സംസ്കരണം എന്ന പ്രക്രിയ, അതിന് തുടർച്ചയുണ്ടാകാൻ ഇനിയുള്ള മാസങ്ങളിൽ ശക്തമായ പ്രയത്നം, കഠിനാധ്വാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ജീവിതം എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് നൽകിയത് ഒരുപാട് തിന്നാനും കുടിക്കാനും നല്ല ആരോഗ്യമുണ്ടാക്കാനും വ്യത്യസ്ത വരുമാന മാർഗങ്ങളിലൂടെ വലിയ ധനികനാകാനും സമ്പന്നനാകാനും വേണ്ടിയല്ല. ലളിതമായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ലക്ഷ്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്ന് വർഗങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മിൽ നിന്ന് അല്ലാഹുവിലേക്ക് എത്തണം എന്ന നിലക്ക് പഠിപ്പിച്ചത് ശുക്ർ കാണിക്കുക, നന്ദി കാണിക്കുക, അവനെ ആരാധിക്കുക എന്നതാണ്. ആ ഒരു കാര്യത്തിൽ നമുക്ക് അലംഭാവം, അതുപോലെ തന്നെ മടുപ്പ് വരുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിച്ച പ്രാർത്ഥനയാണല്ലോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസൽ. അല്ലാഹുവേ, മടി ബാധിച്ച ഒരാളാവുക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്ന നാഥ. അതുപോലെ തന്നെ അശ്രദ്ധ മനസ്സിന്റെ ഉടമയാവുക, ഒരു ഗുണവുമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഭക്തിയില്ലാത്ത മനസ്സിന്റെ ഉടമയാവുക, അതിൽ നിന്ന് അതാ ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം പ്രാർത്ഥിച്ച് പഠിപ്പിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ശക്തമായ ചൂട് കാരണം നമ്മുടെ ശരീരം ക്ഷീണിച്ചു പോകുന്ന പോലെ, ഒരു പ്രത്യേക രൂപത്തിലുള്ള കുഴക്കം നമുക്ക് അനുഭവപ്പെടുന്ന പോലെ മനസ്സ് മരവിച്ച് ഉണങ്ങിപ്പോകാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. ഇനി അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കാണ് മനുഷ്യൻ മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിനെ ബാധിക്കുന്ന മരവിപ്പിനെ, ആ ഒരു തണുപ്പ് കുറഞ്ഞ അവസ്ഥയെ വളരെ കാര്യമായി എടുക്കാൻ നാം ഓരോരുത്തരും ഗൗരവം കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരം വിയർത്ത് കുളിച്ച് നിൽക്കുന്നത് നമ്മൾ കാണും, പക്ഷേ മനസ്സ് മടുപ്പ് ബാധിച്ച് നിൽക്കുന്ന അവസ്ഥ ഒരിക്കലും നമ്മൾ കാണൂല. പിശാച് അതൊക്കെ നമുക്ക് അലങ്കാരമാക്കി കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ അവന്റെ കെണിയിൽ അകപ്പെടാതെ, ദുന്യാവിനെ സംബന്ധിച്ച് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് ചതിയുടെ ലോകമാണ്. എത്ര യാഥാർത്ഥ്യമാണ് നോക്കൂ നിങ്ങൾ. ഈ ദുന്യാവിനെ സംവിധാനിച്ചവൻ പറയുന്നു ഇത് ചതിയുടെ ലോകമാണ്. എന്നിട്ടും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ആ ചതിയുടെ ലോകമാകുന്ന വലയിൽ കുടുങ്ങി നട്ടം തിരിയുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലും കഠിനമായ പ്രയത്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാണിച്ച വല്ലാത്ത കാരുണ്യമാണ്. നിർബന്ധ കാര്യങ്ങളിൽ എന്തെങ്കിലും ന്യൂനത, എന്തെങ്കിലും കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ കുറവിനെ നികത്താൻ ഐച്ഛികമായ കാര്യങ്ങളെ അല്ലാഹു സംവിധാനിച്ചു എന്നത് അത് വല്ലാത്ത ഒരു നേട്ടമാണ്. ചില ഫോമൊക്കെ നമ്മൾ നിർബന്ധമായും പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്, അത് ഒന്ന് മാത്രമേ ചിലപ്പോൾ കിട്ടുള്ളൂ, രണ്ടാമത്തെ ഒരു ഫോം കിട്ടൂല. ഏതെങ്കിലും ഒരു അക്ഷരം തെറ്റിയാൽ പിന്നെ നമ്മൾ മനുഷ്യനിർമ്മിത മഷി കൊണ്ട് തന്നെ അത് മായ്ച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. പിന്നെ ആ ഫോം കിട്ടാനില്ല. ഇതുപോലെയാണ് ഒരു ഫർള് പോയാൽ പിന്നെ ആ ഫർള് കിട്ടാനില്ല. അപ്പൊ അതിലെ പ്രശ്നത്തെ പരിഹരിക്കാൻ സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾ ഫർള് നിസ്കാരങ്ങളിലെ ന്യൂനതകൾക്കുള്ള പരിഹാരമായി പഠിപ്പിക്കപ്പെട്ട പോലെ ശൗവാലിലെ 6 നോമ്പുകൾ ഒരു മാസക്കാലത്തെ റമദാനിലെ ന്യൂനതകളെ നികത്താനുള്ള നോമ്പുകളാണ്. സാധിക്കുന്ന പോലെ ആ നോമ്പുകൾ നമ്മൾ പൂർത്തിയാക്കണം. നിർബന്ധ നോമ്പ് വിട്ടുപോയവരുണ്ടെങ്കിൽ അത് എടുത്തിട്ടാണ് ഈ സുന്നത്തിനെ എടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, "സുമ്മ അത്ബഅഹു സിത്ത." അതിനെ തുടർന്ന് 6 നോമ്പുകൾ എടുത്താൽ എന്നാണ്. ഒന്നിടവിട്ട് എടുക്കാം, ആദ്യത്തിലെടുക്കാം, മധ്യത്തിലെടുക്കാം, അവസാനത്തിലെടുക്കാം. നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ നമ്മൾ ആ നോമ്പുകൾ നോറ്റ് വീട്ടണം. പറ്റുമെങ്കിൽ തിങ്കൾ വ്യാഴം പോലെയുള്ള ദിവസങ്ങൾ ക്രമീകരിച്ചാൽ പെട്ടെന്ന് 6 നോമ്പുകൾ പ്രയാസമില്ലാതെ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും. ഒരു വർഷത്തെ നോമ്പെടുത്ത പുണ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ കാര്യങ്ങളെ കൂടി ശ്രദ്ധിക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ
നാം എല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്താൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും കുടുംബപരമായും മതപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.